ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങളടുത്ത് വരുന്നു. തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച വചനം അങ്ങയിൽ നിന്ന് വന്നതാകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ഇന്നത്തെ രാത്രിയിലും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ഫലം ഞങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമേറിയ ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചെയ്താട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് സന്തോഷത്തോടെ മടക്കി അയച്ചാട്ട്. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ഇരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ദൈവവചന ചിന്തയുടെ ശേഷഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആത്മീയ ശക്തിയുടെ രഹസ്യത്തെക്കുറിച്ചാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് എൻ്റെ ബലഹീനതയിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുമെന്ന്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുക. തൻ്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ തൻ്റെ വീക്ക്നെസ്, ഓർ ഇൻ അനദർ വേർഡ് വി ക്യാൻ സേ ഇൻഫർമിറ്റീസ് എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നതായ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകേണ്ടി വരുന്ന സകല അനുഭവങ്ങളെയും കുറിച്ച് താൻ സന്തോഷിക്കുന്നു. കാരണം ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ തന്നിൽ തന്നെ താൻ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും തക്കവണ്ണം തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മുഖാന്തരമായി തീരുന്നു എന്നോർത്ത് അപ്പോസ്തലൻ സന്തോഷിക്കുക. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രോക്കൺനെസ് പേവ്സ് ദി പാത്ത് ടു റിപ്പൻറ്റൻസ്. ഒരാൾക്ക് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം ബ്രോക്കൺ ആവണം, ആ വ്യക്തിയുടെ ആത്മാവ് ബ്രോക്കൺ ആവണം. യു നോ, in other words, I can say that brokenness is a situation or is a stage where we come to the end of ourselves and we totally begin to trust in the grace and the mercy of God. അതായത് നാം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അവസാനത്തിൽ എത്തിത്തീരുക. ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥതയെ, ഞാനെന്ന എൻ്റെ ഭാവത്തെ, എന്നിലുള്ള എൻ്റെ ആശ്രയത്തെ, ഹല്ലേലൂയ, ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് എൻ്റെ മൊത്തമായ ആശ്രയം, എൻ്റെ മൊത്തമായ ഡിപ്പെൻഡൻസ് ദൈവത്തിലാക്കുകയാണ്. അവിടെയാണ് ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി കൊടുക്കുന്ന അവസ്ഥയാണ് ഹൃദയം നുറുക്കമെന്ന് പറയുന്നത്. ഒരു വ്യക്തി അവിടെ ആകാതെ ഒരു വ്യക്തിക്ക് മാനസാന്തരത്തിലേക്ക് വരുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് പാടുവാൻ കഴിയും, പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും, പല ശുശ്രൂഷകളും ചെയ്യുവാനായിട്ട് കഴിയും, ദൈവസന്നിധിയിലായാലും മനുഷ്യന്റെ മുമ്പിലായാലും ദൈവമക്കളാണെന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാനസാന്തരം വരണമെങ്കിൽ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരണമെങ്കിൽ, കർത്താവ് പറഞ്ഞതിനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ, we need to be broken in the spirit. സങ്കീർത്തനങ്ങൾ 51:17 ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹനനയാഗത്തിൽ നിനക്ക് യാഗങ്ങൾ നിനക്ക് ഇഷ്ടമല്ല. അവിടെ പറയുന്നത് അങ്ങനെയാണ്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരിക്കുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാ, തകർന്നിരിക്കുന്ന, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ സാക്രിഫൈസസ് ഓഫ് ഗോഡ് ആർ എ ബ്രോക്കൺ സ്പിരിറ്റ്, നോട്ട് ബ്രോക്കൺ ബോഡി. They are again talking about broken spirit. ആത്മാവിൽ വരുന്ന നുറുക്കത്തെക്കുറിച്ചാണ് അവിടെയും നമ്മൾ കാണുന്നത്.
നമുക്കറിയാം ദാവീദ് ചെയ്ത പാപത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദാവീദ് 2 പാപം ചെയ്തു. ആ സങ്കീർത്തനം എഴുതുന്നതിൻ്റെ ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ്, അല്ലെങ്കിൽ കുറഞ്ഞത് 1 വർഷത്തിനെങ്കിലും മുമ്പിലായിരിക്കാം, താൻ ചെയ്ത 2 പാപങ്ങളുണ്ട്. എന്താണെന്നറിയാമല്ലോ? നമുക്കറിയാം, 1 അഡൾട്ടറി, 2 മർഡർ. ഇത് രണ്ടും കണക്റ്റഡ് ആയിരുന്നു. എന്നാൽ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ, പഴയ നിയമത്തിലെ പ്രമാണത്തിലേക്ക് നോക്കുമ്പോൾ അതിനുവേണ്ടി വെച്ചിട്ടുള്ള യാഗങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ അങ്ങനെ യാഗം അതിനുവേണ്ടി ഇച്ഛിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ യാഗം അർപ്പിച്ച് ആ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം നേടുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ, നീ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. അതാ പറഞ്ഞത്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. നിനക്ക് പ്രസാദമുള്ളത് ആരിലും ഞാൻ ചെയ്ത കുറ്റത്തെ ഓർത്ത്, ഞാൻ ചെയ്ത പാപത്തെ ഓർത്ത് അങ്ങയുടെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തെ നുറുക്കുന്നതാണ് അങ്ങയ്ക്ക് പ്രസാദകരമായ യാഗം. അതാണ് ദാവീദ് അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് അതാണ്. പലപ്പോഴും ചിന്തിക്കണമേ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 ഫാക്കൽറ്റീസ്. വി ആർ ക്രിയേറ്റഡ് ഇൻ 3 ഫാക്കൽറ്റീസ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവ്, ദേഹി, ദേഹം. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. നമുക്കറിയാം, ശരീരത്തിന് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തെ മാറ്റത്തില്ല. ശരീരത്തിനൊരു മുറിവോ ഒരു ക്ഷതമോ ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയെ അത് മാറ്റത്തില്ല, നമ്മളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരത്തില്ല. നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവരെ പിടിച്ച് നമ്മൾ ശിക്ഷിക്കാറുണ്ടല്ലേ? അവരെ പിടിച്ചടിക്കും. നമ്മൾ കള്ളം പറഞ്ഞാൽ പിള്ളേരെ പിടിച്ചടിക്കും. എന്തെങ്കിലും തെറ്റ് കാണിച്ച പിള്ളേരെ പിടിച്ചടിക്കും. 1 അടി കിട്ടിയത് കൊണ്ടോ, 10 അടി കിട്ടിയത് കൊണ്ടോ, 100 അടി കിട്ടിയത് കൊണ്ടോ, 100 പ്രാവശ്യം അടി കിട്ടിയത് കൊണ്ടോ പിന്നെ അവർ കള്ളം പറയാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഈ ലോകത്തിന്റെ ശിക്ഷാവിധിയൊക്കെയും ശരീരത്തിലുള്ള ശിക്ഷാവിധിയാണ്. നമുക്കറിയാം, പോലീസുകാർ നമ്മളെ പിടിച്ച് നാട്ടിലുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ശരീരത്തിന് അടി കൊടുക്കുന്നത് അന്നേരം അയ്യോ സാറേ എന്ന് പറഞ്ഞ് വിളിച്ചു പോവും. ഒരൊറ്റ നിമിഷത്തെ മാനസാന്തരം അഭിനയമാണ് അവിടെ. നിത്യമായി ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ ശരീരത്തിന് ഏറ്റവും മുറിവ് ആത്മാവിലാണ് ഏൽക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിനിടയായിട്ട് തീരും. ശരീരത്തിന് വരുന്ന നുറുക്കം അത് ദേഹിയിലേക്ക് ബാധിക്കും, അത് ശരീരത്തിലേക്ക് ബാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ യാത്ര, ജീവിതത്തിന്റെ വഴി തന്നെ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നുറുക്കം കടന്നു വരുമ്പോൾ, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ബോധ്യം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു എന്ന് 51-ാം സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു, അങ്ങക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഈ ബോധ്യം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഹൃദയത്തിനകത്ത് നുറുക്കമുണ്ടാകുന്നത്. അപ്പോഴാണ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത്. അപ്പോഴാണ് പുതിയ തീരുമാനങ്ങൾ ഒരു വ്യക്തി എടുക്കുന്നത്. ആ തീരുമാനമാണ് ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പലപ്പോഴും പലതും നമ്മൾ ആഗ്രഹിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. പല വിഷയങ്ങളിലും വിടുതൽ എപ്പോഴും ആഗ്രഹിക്കും നമ്മൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിലും, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും, പലപ്പോഴും നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന വഴികളിൽ നമുക്കാകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമുക്ക് എല്ലാവർക്കും ഈസി വേയിൽ വേണം. അത് ദൈവസന്നിധിയിലേക്ക് താണിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുകയില്ല, ഉപവസിക്കുവാൻ കഴിയുകയില്ല, ചില വിഷയങ്ങൾക്ക് വിട്ടുവീഴ്ച നടത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല, ചില വിഷയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചില സമയം ചെലവഴിച്ച് നിലവിളിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ ഏൽപ്പിക്കും. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന്. ഇന്ന് പ്രഭാതത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കണം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇരിക്കണം. നാം ഇരുന്ന് ജാഗരിക്കണം. അതിനായി ഉപവസിക്കണം, അതിനായി പ്രാർത്ഥിക്കണം, അതിനായി ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യണം. ഹല്ലേലൂയ! അവിടെയാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. കാരണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് മാറ്റും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ! പലപ്പോഴും ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സൗഖ്യം കൊടുക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എന്നാൽ ഈ രോഗിക്ക് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് വന്നിട്ട് പഴയ ജീവിത രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണോ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അല്ല. എഴുന്നേക്കാൻ വയ്യാതെ ഒരു വ്യക്തി കട്ടിലേ കിടക്കുകയാണ്, കർത്താവെ സൗഖ്യം കൊടുക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കുന്നു. എന്നാൽ നമ്മളിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, സൗഖ്യം പ്രാപിച്ച ഈ വ്യക്തി എഴുന്നേറ്റ് വന്ന് പുതിയൊരു ജീവിതം അങ്ങേ പ്രസാദിപ്പിക്കുമാറ് ജീവിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഹിതം അതാണ്, അല്ലേ? മദ്യപാനിയായ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് കാലും കൈ പൊടിഞ്ഞ് കിടക്കുമ്പോൾ
കർത്താവേ, അവന്റെ കാലും കൈയും ഒക്കെ ഒന്ന് നേരെയാക്കി സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കണമേ, പൂർണ്ണ ബലത്തോടെ മടക്കി കൊണ്ടുവരണമേ എന്ന് പറഞ്ഞത് എന്തിനാ? വീണ്ടും മദ്യപാനിയായിട്ട് ജീവിക്കാനാണോ? വീണ്ടും പിടിച്ചുപറിക്കാരനായി ജീവിക്കാനാണോ? വീണ്ടും ലോകസ്നേഹിയായി ജീവിക്കാനാണോ? വീണ്ടും രഹസ്യ ബന്ധങ്ങളിലും രഹസ്യ പാപങ്ങളിലും മുന്നോട്ട് ജീവിക്കുവാനാണോ? അല്ല. പലപ്പോഴും ജീവിതത്തിൽ ദൈവം ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ നമ്മൾ ഒരു മിനിറ്റ് നിൽക്കാൻ, അവിടെ ഒരു മിനിറ്റ് ദൈവസന്നിധിയിലേക്ക് താണിരിക്കുവാൻ, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ഒന്ന് മാനസാന്തരപ്പെടുവാൻ, പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവസന്നിധിയിൽ പുതിയൊരു ഉടമ്പടി എടുത്തുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം ദൈവനാമ മഹത്വത്തിനായി, കുടുംബത്തിന് അനുഗ്രഹമായി, സഭയ്ക്ക് അനുഗ്രഹമായി, ദേശത്തിന് അനുഗ്രഹമായി നമ്മൾ തീരുവാൻ തക്കവണ്ണം ആ കർത്താവ് അത് അനുവദിക്കുന്നു. ഇന്നത്തെ രാത്രിക്കാരും അത് മറന്നു പോകരുത്. മുന്നോട്ടുള്ള സമയം നമ്മൾ ഈ വചനത്തിൻ്റെ കുറച്ചുകൂടെയുള്ള ഭാഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഈ ബ്രോക്കൺനെസ് നമ്മുടെ ജീവിതത്തിൽ എന്താ തരുന്നത്? ബ്രോക്കൺനെസ് gives us a constant desire to live a purified life. ജീവിതത്തിൽ ബ്രോക്കൺനെസ് ഉള്ള ഒരു വ്യക്തി, ഞാൻ മുമ്പേ പറഞ്ഞു, ബ്രോക്കൺനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം നുറുക്കുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? യു ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ് വെയർ യു തിങ്ക് ദാറ്റ് ഐ ആം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. എനിക്കൊന്നിനും കഴിയില്ല എന്നുള്ള ആ പൂർണ്ണമായ ആ കൺവിക്ഷനിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതാണ് ബ്രോക്കൺനെസ്. ദൈവസന്നിധിയിൽ മുറിയുകയാണ്, ദൈവസന്നിധിയിൽ നുറുങ്ങുകയാണ്. കർത്താവേ, അങ്ങ് സഹായിക്കാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കുവാൻ കഴിയുകയില്ല എന്നൊരു വ്യക്തി പറഞ്ഞ് പൂർണ്ണമായി തന്നെയും തനിക്കുള്ളതിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ അവസ്ഥയാണ് ബ്രോക്കൺനെസ് എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ വീണ്ടും പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ബ്രോക്കൺനെസ് നമ്മളെ നയിക്കുന്ന എന്താണെന്നറിയാമോ? എ കോൺസ്റ്റന്റ് ഡിസയർ ടു ലിവ് എ പ്യൂരിഫൈഡ് ലൈഫ്. ശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിൽ അനുദിനം ജീവിപ്പാൻ തക്കവണ്ണം ഉള്ള ആഗ്രഹത്തിലേക്കാണ് ഈ ബ്രോക്കൺനെസ് നമ്മളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലോ, 4 എക്സാമ്പിൾസിനെ കുറിച്ച് കേട്ടു ദൈവവചനത്തിൽ. നമ്മൾ തുടങ്ങിയത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന്, ബലഹീനതയിൽ പ്രശംസിക്കുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ആത്മീയ ശക്തിയുടെ രഹസ്യത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് തുടങ്ങിയത്. നമുക്ക് പലർക്കും ശക്തി ആവശ്യമാണ്, ഭൗതിക ശക്തിയല്ല, ഭൗതിക ശക്തി. ഒരു കാര്യം കേൾക്കണമേ, നമുക്ക് പ്രായമാകും തോറും നമ്മുടെ ഭൗതിക ശക്തി ക്ഷയിച്ചു വരും. എപ്പോഴും ഓർക്കണമേ, നമുക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും നമ്മുടെ ഭൗതിക ശക്തി ക്ഷയിച്ചു വരും. എന്നാൽ ആത്മീക ശക്തി അങ്ങനെയല്ല. യഥാർത്ഥ ശക്തി നമ്മളിൽ വ്യാപരിക്കുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ആത്മശക്തി കൂടി വരും. വ്യത്യാസം മനസ്സിലാക്കണമേ സഹോദര സഹോദരി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആത്മശക്തി വേണം. ആത്മശക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശക്തിയാണ്. ആത്മശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആത്മശക്തി എന്ന് പറഞ്ഞാൽ ദൈവശക്തിയാണ്. ആ ശക്തി എന്നിലേക്ക് ആവസിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ രഹസ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട്. എന്താണ് ഈ ദൈവശക്തിയുടെ പ്രത്യേകത? ഹല്ലേലൂയ, ശത്രുവിനെ ജയിക്കുവാനുള്ള ശക്തിയാ. ഏതാ നമ്മുടെ ശത്രു? മനുഷ്യരല്ല നമ്മുടെ ശത്രു. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള ശക്തി, ലോകമോഹങ്ങളെ ജയിക്കുവാനുള്ള ശക്തി, പാപത്തിന്റെ ശക്തിയെ അതിജീവിക്കുവാനുള്ളത്, ജഡികമായ ചിന്തകളെ, ജഡികമായിട്ടുള്ള രാഗമോഹങ്ങളെ ജയിക്കുവാനുള്ള ശക്തി. ഇതൊന്നും നമ്മുടെ ഭൗതിക ശക്തി കൊണ്ട് കഴിയത്തില്ല. ഇതിനൊക്കെ ആത്മശക്തി നമുക്ക് വേണം. അതിലെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഗ്രഹിക്കുവാനുള്ള ശക്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവജനത്തെ വിടുവിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും നേരെ വഴി അവരെ നടത്തുവാനും നയിക്കുവാനുമുള്ള ദൈവികമായ ആലോചന ലഭിക്കുന്ന ശക്തി. ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ കേട്ടു ബ്രോക്കൺനെസ് ഈസ് നീഡഡ്. അപ്പോസ്തലനായ പൗലോസിന് അത് മനസ്സിലായി. അതാ കഴിഞ്ഞ ആഴ്ച കേട്ടത്. അതിൻ്റെ കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞു, 4 പ്രത്യേക അനുഭവങ്ങൾ ദൈവവചനത്തിൽ കർത്താവ് 4 ഉപമകൾ കാണിച്ച്, അല്ലെങ്കിൽ 4 എക്സാമ്പിൾസ് കാണിച്ച് എന്താണ് റിയൽ ബ്രോക്കൺനെസ്, എന്താണ് യഥാർത്ഥ ഹൃദയ നുറുക്കമെന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് പഠിപ്പിക്കുന്നതായിട്ട് കേട്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയത് ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു. എന്താണെന്നറിയാമോ? ദി ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം. നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു ഞാൻ. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം അനേകർക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. That bread was broken. We know that very well. ഹല്ലേലൂയ. ഹോളി കമ്മ്യൂണിയനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ മേശയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ ഒരു റിപ്ലിക്കയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നത്, കർത്താവ് അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് അപ്പം എടുത്ത് നുറുക്കിയിട്ട് പറയുന്നു, ഇത് എൻ്റെ ശരീരമാണ്, കാരണം നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണിത്.
ഹല്ലേലൂയ. ഈ അപ്പം നുറുക്കുമ്പോൾ എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നതിനെ റെപ്രസെന്റ് ചെയ്യുകയാണത്, പ്രതിനിധീകരിക്കുകയാണത്. അതിന്റെ അർത്ഥം ഇതാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന ആ പെർഫെക്റ്റ് ബ്രെഡ്, ഇറ്റ് വാസ് ബ്രോക്കൺ ഫോർ ദ റിഡംഷൻ ഓഫ് ദ സിൻ ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം നുറുക്കപ്പെട്ടു. സഹോദര സഹോദരി, അവിടെ നമ്മൾ കേട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? കർത്താവിൻ്റെ ശരീരം അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവൻ നുറുക്കപ്പെട്ടത് കൊണ്ട് അനേകർക്ക് അത് ആഹാരമായി തീർന്നത് കൊണ്ട്, നിത്യജീവന് ഹല്ലേലൂയ അത് വഴിയായി തീർന്നത് കൊണ്ട്, ഞാനും നിങ്ങളും അതുപോലെ ബ്രോക്കൺ ആകുകയാണെങ്കിൽ അനേകർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുമെന്ന് കഴിഞ്ഞ ആഴ്ച കേൾക്കുവാൻ കൊണവിടെയായി. ഇന്ന് അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രെയിൻ ഓഫ് വീറ്റ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം, ഗ്രെയിൻ ഓഫ് വീറ്റ്, നിലത്ത് വീണ് ചാകുന്ന ഒരു കോതമ്പ് മണി. ഹല്ലേലൂയ. You and I are called to die so that you and I are expected to bring forth fruit. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഹല്ലേലൂയ എൻ്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ ജഡത്തിൽ ഇൻ ദ സെൻസ് അവർ സെൽഫ് വില്ലിൽ നമ്മൾ മരിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ആ വചനഭാഗം ഒന്നുകൂടെ വായിക്കട്ടെ. ഇപ്പോൾ വായിച്ച വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പഹിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. The Lord is talking about someone who is loving himself. നമ്മളെക്കുറിച്ച് എല്ലാവരെയും അറിയാം. മനുഷ്യൻ്റെ നാച്ചുറൽ ടെൻഡൻസി എന്താണെന്നറിയാമോ? ഹി ലവ്സ് ഹിംസെൽഫ്. ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ തന്നെത്താൻ സ്നേഹിക്കുന്നവനാണ്. ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ ദേഷ്യപ്പെടുന്നത്, ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് പലരെയും ഞാൻ അവഗണിക്കുന്നത്. കാരണം ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ഞാൻ എന്നെ സ്നേഹിക്കും, ഞാൻ എനിക്കുള്ളവരെ സ്നേഹിക്കും, അത് കഴിഞ്ഞേ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കത്തുള്ളൂ. അപ്പോൾ ഞാനും എൻ്റേതും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ്, ഒരുവൻ തൻ്റെ ജീവനെ സ്നേഹിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, അല്ലെങ്കിൽ ഒരുവൻ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്ന് പറഞ്ഞാൽ ഒരുവൻ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയാണെങ്കിൽ അവൻ ആ ജീവനെ നഷ്ടപ്പെടുത്തുമെന്ന്, അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ നേടും എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട്, ഇഫ് യു ആർ ഗിവിംഗ് അപ്പ് യുവർ സ്റ്റാറ്റസ് ആൻഡ് യു ആർ ലിവിംഗ് ഫോർ ദ ലോർഡ്, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇറ്റ് ഇസ് ആൻ എക്സ്ചേഞ്ച്. I no more live for myself. I no more say that it is mine. No, me is gone and in my place Christ comes up. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ, ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. അത് ബ്രോക്കൺനെസ്സിൻ്റെ റിഫ്ലക്ഷനാണ്. കാരണം ഐ ആം ബ്രോക്കൺ. ഇനി എന്നിൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത്. ഇതുവരെ ലോകം എന്നെയാണ് എന്നിൽ കണ്ടത്, എന്നിലെ സ്വാർത്ഥതയാണ് കണ്ടത്, എന്നിലെ അഹന്തയാണ് കണ്ടത്, എന്നിലെ മുഷ്കാണ് കണ്ടത്. പക്ഷേ ഞാൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരുമ്പോൾ, നുറുക്കപ്പെടലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണും. ക്രിസ്തു എന്നിൽ വരുത്തിയ മാറ്റത്തെ മറ്റുള്ളവർ കാണും. ഇവിടെ നമ്മൾ കേട്ട വചനത്തിലേക്ക് നോക്കിയേ, ഗ്രെയിൻ ഓഫ് വീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അധികം വിളവ് പുറപ്പെടുവിക്കും, അധികം വിളവ് ലഭിക്കുമെന്നാണ് അവിടെ പറയുന്നത്. നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ഗ്രെയിൻ ഓഫ് വീറ്റ് കണ്ടിട്ടുണ്ട്. കോതമ്പ് മണി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? കോതമ്പ് മണിയെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? അത് നിലത്ത് വീഴാൻ വേണ്ടിയാണ് അതിനെ സൃഷ്ടിച്ചത്. The ultimate purpose of a grain of wheat is this: it has to fall into the ground and it has to die in the ground so that it can bring forth another plant. ഹല്ലേലൂയ. ഒരു കോതമ്പ് മണിയെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഏക ഉദ്ദേശ്യം എന്തെന്ന് ചോദിച്ചാൽ അത് നിലത്ത് വീഴണം, നിലത്ത് വീണത് ചാകണം. നിലത്ത് വീണ് ചാകുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു കോതമ്പ് ചെടി കിളിർത്തു വരും. ആ കോതമ്പ് ചെടിയിൽ നിന്ന് അത് പ്രായമാകുമ്പോൾ അനേക കോതമ്പ് മണികൾ ഉണ്ടാകും. പ്രൈസ് ഗാഡ്. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ കേട്ടതുപോലെ കർത്താവിൻ്റെ ശരീരം നുറുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അനേകർക്ക് അത് ഫീഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കഴിഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേകർക്ക് കർത്താവിൻ്റെ ജീവൻ്റെ ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞു. സ്വർഗത്തിൽ ഒരു വലിയ ജനപ്പെരുപ്പമുണ്ടായി ക്രിസ്തുവിലൂടെ. ക്രിസ്തു മരിക്കുവാൻ തയ്യാറായപ്പോൾ,
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നത് സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ കാലങ്ങളിൽ അനേകർ തങ്ങളുടെ ജീവിതത്തെ വേണ്ടെന്ന് വെച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അവരുടെ ജീവിതത്തെ ക്രൂസിഫൈ ചെയ്യുവാൻ, ജീവിതത്തിൽ ബ്രോക്കൺ ആകുവാൻ തക്കവണ്ണം തയ്യാറായതുകൊണ്ടാണ് ഈ സുവിശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിയത്. അവർ തങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല, തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചില്ല, തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല. തങ്ങളുടെ സ്വാർത്ഥതയെ വിട്ട്, തങ്ങളുടെ ഇഷ്ടങ്ങളെ വിട്ട്, തങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞതിനെ വിട്ട് അവർ കർത്താവിന്റെ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ച് സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവർ നുറുക്കപ്പെടുവാൻ തയ്യാറായതുകൊണ്ട് അവർ കടന്നുപോയിടത്തൊക്കെയും അനേകർ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ കോതമ്പ് മണിയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുക. വി ആർ നോട്ട് വില്ലിംഗ് ടു ബി ബ്രോക്കൺ. നമ്മൾ നുറുക്കപ്പെടാൻ തയ്യാറല്ല. ഒരു കോതമ്പ് മണി പറയുക എന്ന് വെച്ചോ, എനിക്ക് ഏതെങ്കിലും ഷോ കേസിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ടെൽ യു 500 years ദാറ്റ് ക്യാൻ ബി ദെയർ ഓൺ ദ ഷോ കേസ്. ഏതെങ്കിലും ഒരു കോതമ്പ് മണി പറയുകയാണെന്ന് വെച്ചോ, എനിക്ക് നിലത്ത് വീഴാൻ ആവശ്യമില്ല, എനിക്ക് ബ്രോക്കൺ ആകാൻ ആവശ്യമില്ല, ഞാൻ ഈ ഇരിക്കുന്നത് പോലെ ഞാൻ കംഫർട്ടബിളാണ്, ഞാൻ ഇരുന്നോളാമെന്ന് പറഞ്ഞാൽ 500 വർഷം കഴിഞ്ഞാലും ഈ കോതമ്പ് മണി അതുപോലെ തന്നെ ഇരിക്കുന്നിടത്തിരിക്കും. നമ്മളിൽ പലരുടെയും ജീവിതം അത് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവം ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ ബ്രോക്കൺ ആക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ സ്വാർത്ഥത വിടുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മുടെ സുഖത്തിൻ്റെയും നമ്മുടെ വഴികളെയും വിടുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മുടെ ചിന്താഗതികളെ മാറ്റുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് താഴുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല. ഞാൻ എപ്പോഴും ശരിയാണ്, ഞാൻ മാത്രമേ ശരിയുള്ളൂ, എനിക്ക് തെറ്റുപറ്റുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ച് നീ നിന്നിൽ തന്നെ ആശ്രയിക്കുമ്പോൾ മെരുക്കപ്പെടാത്ത, നുറുക്കപ്പെടാത്ത ഒരു കോതമ്പ് മണി പോലെ നീ ആയിത്തീരുക, ഒരു പ്രയോജനവുമില്ലാത്തതായിട്ട്. അവസാനം ഏതെങ്കിലും കിളി അതിനെ കൊത്തിക്കൊണ്ടു പോകും. അതുതന്നെയല്ലേ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ശത്രു കൊത്തിക്കൊണ്ടു പോവുകയാണ്. സഹോദര സഹോദരി, ഓർത്തു നോക്കിയേ, കോതമ്പ് മണി നിലത്തേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്ന? ഒരു അത്ഭുതം സംഭവിക്കുക. എന്താണെന്നറിയാമോ? അതുവരെ ആരും കാണാത്തതൊന്നും അവിടെ സംഭവിക്കുക. When a grain of wheat falls into the ground, some miracle happens there. Nobody ever thought that it would happen so. ഒരിക്കലും ആരും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുതം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. എന്താ അത്ഭുതം ഒളിഞ്ഞിരുന്നത്? അതിൻ്റെ ഉള്ളിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവന് പുറത്തു വരുവാൻ കഴിഞ്ഞത് ഒന്ന് മാത്രമാണ്. അത് നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ, അതൊന്ന് താഴാൻ തയ്യാറായപ്പോൾ മാത്രമല്ല, ആൻഡ് ഇറ്റ്സ് ഔട്ടർ ഷെൽ വാസ് ബ്രോക്കൺ. അത് താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജീവൻ വെളിയിലേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മളിൽ പലരുടെയും ഉള്ളിലൊരു വലിയ ജീവൻ കർത്താവ് തന്നിട്ടുണ്ട്. ആത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സ്വർഗം തന്നിരിക്കുക. പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം നമ്മളിലൂടെ പുറത്തു വരാത്തതിൻ്റെ കാരണം പുറത്തൊരു ജഡത്തിൻ്റെ ശക്തി അതിനെ തടഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പവർ ഓഫ് ഫ്ലഷ്, നമ്മുടെ സ്വാർത്ഥത എന്ന് പറയുന്ന ആ ഫ്ലഷ് അകത്തെ ആത്മാവിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിയിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മുടെ സ്വാർത്ഥത കൊണ്ട്, നമ്മുടെ മോഹങ്ങൾ കൊണ്ട്, നമ്മുടെ ലോകസ്നേഹം കൊണ്ട്, നമ്മുടെ ചിന്താഗതികൾ കൊണ്ട് നമ്മൾ മാറുവാൻ തയ്യാറാവുന്നില്ല. ഒരു പ്രയോജനവുമില്ലാത്തവരായിട്ടിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 100 കോതമ്പ് മണി ഉണ്ടെങ്കിൽ ഈ 100 കോതമ്പ് മണി എന്ന് പറഞ്ഞാൽ ഒരു വയൽ നിറച്ച് കോതമ്പിൻ്റെ വലിയ 100 ചെടികൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. അതിന് കഴിവുള്ളതാണ്, അല്ലേ? ഒരു സഭയിൽ 100 പേരുണ്ടെന്ന് പറഞ്ഞാൽ ആ 100 പേരെന്ന് പറഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ, സ്പിരിച്വൽ പൊട്ടൻഷ്യൽ എത്ര വലുതാണെന്ന് അറിയാമോ? അവരൊന്ന്, ഇഫ് ദേ ആർ വില്ലിംഗ് ടു ബി ബ്രോക്കൺ, തങ്ങൾക്ക് വേണ്ടി അല്ലാതെ അവർ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഈ 100 പേരൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ ആ ദേശത്ത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ അവർക്ക് കഴിയുമെന്നറിയാമോ? അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, അവർ കടന്നു പോകുന്ന ഇടങ്ങളിൽ എത്ര വലിയ മാറ്റങ്ങൾ അവരിലൂടെ ഉണ്ടാകുമെന്നറിയാമോ? പക്ഷെ പലപ്പോഴും അത് സംഭവിക്കാത്തതിൻ്റെ കാരണം മുമ്പേ പറഞ്ഞതുപോലെ കോതമ്പായിട്ട് തന്നെ ഇരിക്കാൻ ചിന്തിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ബ്രോക്കൺനെസ് എപ്പോഴാണോ ഒരു കോതമ്പ് മണിയിൽ സംഭവിക്കുന്നത്, അപ്പോൾ മാത്രമേ അതിൻ്റെ അകത്തുള്ള ജീവൻ പുറത്തേക്ക് വരത്തുള്ളൂ. അകത്തുള്ള ജീവൻ പുറത്തേക്ക് വരുമ്പോൾ അത് വീണ്ടും ഒരു സൃഷ്ടിയായി മാറുകയല്ലേ? ഹല്ലേലൂയ. അനേക കോതമ്പുകളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ചെടിയായിട്ടത് മാറുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്, ആ പ്രതിഭാസം സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കി. നമുക്കറിയാം, ഈ അക്കോൺ എന്ന് പറഞ്ഞ നട്ട് കണ്ടിട്ടുണ്ടോ? അക്കോൺ എന്ന് പറഞ്ഞ ആ സീഡ് കണ്ടിട്ടില്ലേ? അതായത് ഓക്ക് ട്രീയുടെ ഇച്ചിരി കട്ടിയുള്ളതാണ്, അല്ലേ? നമ്മളൊരു ഓക്ക് ട്രീയുടെ ഒരു ഫ്രൂട്ട് എടുത്തിട്ട്, ആ അക്കോൺ സീഡ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെക്കുകയാണെന്ന് വെച്ചോ,
നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ വി സിംപ്ലി തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് എ സ്മോൾ സീഡ്. ഇതൊരു ചെറിയ വിത്താണെന്ന് മാത്രമാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ ചെറിയ സീഡിന്റെ അകത്തൊരു വലിയ മരമുണ്ട്, ഒരു വലിയ ട്രീ അതിനകത്തുണ്ട്. ഒരു വലിയ ട്രീ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ട്രീ, ബട്ട് ഇറ്റ് ഈസ് ഹിഡൻ ഇൻ ദി സ്മോൾ സീഡ്. അത് മാത്രമല്ല, ഇഫ് യു തിങ്ക് ലിറ്റിൽ മോർ ഫർദർ, ആ ഒരു ട്രീ വെളിയിലേക്ക് പോയി ട്രീ ആയി മാറിയാൽ അതിനകത്ത് നിന്ന് hundreds and thousands of acorn will come out. So that means അതെല്ലാം കിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ that will turn out to be a huge forest. ഒരു വലിയ കാട്, ഒരു വലിയ വനമായി തീരും. അങ്ങനെയാണെങ്കിൽ the seed that you are holding is a big forest. You understood it? നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ഒരു വിത്തെന്ന് പറയുന്നത് ഒരു വലിയ വനമാണ്, ഒരു വലിയ കാടാണ്. അതിൻ്റെ പൊട്ടൻഷ്യലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ ഒന്നേ ഉള്ളൂ, ഈ വിത്ത് നിലത്ത് വീണ് ചാകണം. അതിൻ്റെ ഔട്ടർ ഷെല്ലൊന്ന് പൊട്ടണം, അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ വെളിയിലേക്ക് വരണം. ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ അതൊന്ന് വളരണം, അതൊന്ന് ഫലം പുറപ്പെടുവിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ജീവൻ്റെ ശക്തി എന്താണെന്ന് നമുക്കറിയാമോ? അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുക. ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ ഞാൻ നുറുക്കപ്പെടുമ്പോൾ എൻ്റെ അകത്തുള്ള ക്രിസ്തുവിൻ്റെ ജീവൻ പുറത്തേക്ക് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അനേകരെ കർത്താവിങ്കിലേക്ക് നേടുവാൻ തക്കവണ്ണം, അനേകർ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം, അനേകർ കർത്താവിൻ്റെ സ്വസ്ഥതയും സമാധാനവും എന്നിലൂടെ അനുഭവിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ ഒരു മുഖമായി ഞാൻ മാറുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, എൻ്റെ സാഹചര്യങ്ങളിലൂടെ കർത്താവിനെ ബ്രേക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്കൊക്കെ വലിയ ദൈവദാസന്മാരും വലിയ ദൈവദാസന്മാരൊക്കെ ആകാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ വി ഡോണ്ട് ലൈക്ക് ടു ബി ബ്രോക്കൺ. നമുക്കൊക്കെ വലിയ ആഗ്രഹമാണ്, അതല്ലേ? ടു ബിക്കം എ ഗ്രേറ്റ് സെർവൻറ്റ് ഓഫ് ഗാഡ്, എ മാൻ ഓഫ് ഗോഡ്, എ വുമൻ ഓഫ് ഗാഡ്, അല്ലേ? നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണമേ, കർത്താവ് നുറുക്കാതെ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ നാമത്തിന് വേണ്ടി നമ്മളെ നിർത്തത്തില്ല. പിന്നൊരു കാര്യമുണ്ട്, തന്നെത്താൻ വേണമെങ്കിൽ അങ്ങനെ ആകാൻ പറ്റും കേട്ടോ. അനേകർ ഇന്നാകുന്നുണ്ട്. കർത്താവ് വിളിക്കാത്ത വിളിയിൽ തന്നെത്താൻ ഇറങ്ങുന്നവരുണ്ട് അനേകർ. ഈ സാഹചര്യങ്ങളൊന്നുമില്ലാതെ തന്നെ, ഈ ഒരു നുറുക്കത്തിൻ്റെയും അനുഭവം ഇല്ലാതെ തന്നെ ദൈവദാസന്മാരാന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ അവരെ തിരിച്ചറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവരുടെ ജീവിതത്തിലോട്ട് നോക്കിയാൽ മതി. ദേ ഹാവ് നോ പവർ. ദേ ഹാവ് നോ പവർ. പവർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്? ഉച്ചത്തിൽ കിടന്ന് അട്ടഹസിക്കുന്ന പവറിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെ ലോകത്തിലെ എന്തെങ്കിലും പരിപാടികൾ കാണിക്കുന്ന പവറിനെ കുറിച്ചല്ല പറയുന്നത്. ദ പവർ ഐ ആം ടോക്കിംഗ് ഈസ് ടു ഓവർകം ദ വേൾഡ്, ടു ഓവർകം സിൻ. കർത്താവ് എന്തിനെയൊക്കെ ജയിച്ചോ അതിനെയൊക്കെ ജയിക്കുന്ന ശക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ്റെ കോണം കുറച്ച് പേര് വന്നില്ലേ? അവർ കർത്താവിനെ കയ്യാമം വെച്ചില്ലേ? കർത്താവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയില്ലേ? കർത്താവിൻ്റെ തലയിൽ മുൾമുടി വെച്ചില്ലേ? കർത്താവിനെ ചാട്ടവാർ കൊണ്ട് അടിച്ചില്ലേ? കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹി വാസ് ലിമിറ്റഡ് ഇൻ എ ഹ്യൂമൻ ബോഡി. അവൻ്റെ ശരീരത്തിൽ ഒതുങ്ങിയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ പിതാവിനോട് ചോദിച്ചാൽ എത്ര ലെഗ്യോനിലധികം ദൂതന്മാരെ അയച്ച് എന്നെ വിടുവിപ്പാൻ തക്കവണ്ണം, 12 ലെഗ്യോനിലധികം ദൂതന്മാരെ അയച്ച് എന്നെ വിടുവിപ്പാൻ തക്കവണ്ണം പിതാവിന് കഴിയത്തില്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? There is a power in him which he didn't want to use. There is a power in him. ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഐ ആം ടോക്കിംഗ് അബൌട്ട് എ സ്പിരിച്വൽ പവർ. ആത്മീക ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. പാപത്തെ ജയിക്കുന്ന ശക്തി, പിശാചിനെ ജയിക്കുന്ന ശക്തി, പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുന്ന ശക്തി, ലോകത്തിന്റെ മോഹങ്ങളെ, ലോകത്തിന്റെ മാസ്മരികളെ ജയിക്കുന്ന ശക്തി. ഇതൊരു മനുഷ്യന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ദൈവദാസന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പവറൊക്കെ നമുക്ക് കാണിക്കുവാനായിട്ട് പറ്റും. വലിയ വലിയ എന്താ പറയുന്നത്, ലോകത്തിന്റെ പ്രൗഢി കാണിക്കുവാൻ പറ്റും, ലോകത്തിന്റെ തേജസ് കാണിക്കുവാനായിട്ട് പറ്റും. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുടുംബജീവിതം തകർന്നിരിക്കുന്ന ജീവിതമാണ്, സ്വകാര്യ ജീവിതം തകർന്നിരിക്കുന്ന ജീവിതമാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പല പാപങ്ങൾക്കും അവർ കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ദൈവദാസനെ എടുത്തു നോക്ക്, പൗലോസിനെ പോലെയുള്ള ഒരു ദൈവദാസനെ എടുത്തു നോക്ക്. അവന്റെ ഉള്ളിൽ ഭൗതികമായിട്ട് അവന് ബലമില്ല, ഭൗതികമായിട്ട് അവന് ആർക്കും അവനെ അംഗീകരിക്കത്തക്കവണ്ണമുള്ള ഉന്നതമായിട്ടുള്ള ഗ്ലോറി അവനില്ല, മഹത്വം അവനില്ല. പക്ഷെ അവന്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്, ലോകത്തെ ജയിക്കുന്ന ശക്തി, പാപത്തെ ജയിക്കുന്ന ശക്തി, പിശാചിനെ ജയിക്കുന്ന ശക്തി, ലോകമോഹങ്ങളെ ജയിക്കുന്ന ശക്തി, ജഡത്തിന്റെ ഇച്ഛകളെ ജയിക്കുന്ന ശക്തി. ഇന്ന് അനേകർ വീണു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അകത്ത് ശക്തിയില്ല, പുറത്തുള്ള ശക്തി മാത്രമേ ഉള്ളൂ. സഹോദര സഹോദരി, ഈ ശക്തി നമ്മൾ അകത്തുണ്ട്. കർത്താവിൻ്റെ ആ മഹാശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണമെങ്കിൽ, ഉള്ളിൽ നിന്ന് ആ ശക്തി വെളിയിലേക്ക് വരണമെങ്കിൽ, വി നീഡ് ടു ബി ബ്രോക്കൺ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്.
നമ്മുടെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം അനുവദിക്കുമ്പോൾ അവിടെയൊക്കെയും കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും നിലവിളിക്കുവാനും കഴിയണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവേ, എൻ്റേത് എന്ന് ഞാൻ പറയുന്നതിനെ അങ്ങ് ബ്രേക്ക് ചെയ്യണമേ. ഞാൻ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ആശ്രയിക്കുന്നുവെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണമേ. ഞാൻ എൻ്റെതായ ഏതെങ്കിലും കഴിവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ അങ്ങനെയൊന്ന് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. നമ്മളത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ 1 by 1 ആയിട്ട് കർത്താവ് നമുക്ക് കാണിച്ചു തരും ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടുവാനുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ്. പക്ഷെ നമ്മളത് ചോദിക്കുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ കോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ ഹല്ലേലൂയ, എത്രയോ കോതമ്പ് മണികൾ ആ കോതമ്പ് മണിയുടെ ജീവനിൽ നിന്ന് ഉൽപ്പാദിതമായി തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഞാൻ അവിടെ ഒരു വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 23-ാമത്തെ വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആൻഡ് വി നോ ദ ഹോൾ കോണ്ടെക്സ്റ്റ്. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. 20 മുതലുള്ള വാക്യങ്ങൾ നോക്കി ഞാനൊരു ഒരു ദൈവവചന മർമ്മമാണ് നിങ്ങളോട് പറയാനായിട്ട് വരുന്നത്. 20 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരുടെ കൂട്ടത്തിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അതിൻ്റെ സംഭവം നമുക്കറിയാം. യേശുവിൻ്റെ അടുക്കൽ കുറച്ച് ഗ്രീക്കുകാർ യവനക്കാർ വന്നിട്ട് പറഞ്ഞു, യേശുവിനോടല്ല ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുവിനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന്, ഈ ഗുരുവിനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന്. അപ്പോൾ എന്നിട്ട് അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശു കർത്താവിൻ്റെ അടുത്ത് ഒന്ന് പറയാതെ അവർ വന്നത് നിന്നെ കാണാൻ വേണ്ടി വന്നത്, അങ്ങേ കാണാൻ വേണ്ടി വന്നത്, അവരോട് 2 വാക്ക് സംസാരിക്കണം, അവർക്കൊന്ന് വരാൻ, അവരെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കാനായിട്ട് ഫിലിപ്പോസും അന്ത്രയോസും ചെന്നപ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കാണ് അടുത്തത്. എന്താണെന്നറിയാമോ? ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, അവരെ വിടുന്നോ അവരെ വിടണ്ടെന്നോ അല്ല, അവർ വരട്ടെന്നോ അവർ വരണ്ടെന്നോ അല്ല. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. This time has come that the Son of Man to be glorified. നമുക്കറിയാം ദൈവമഹത്വം. നമ്മൾ ഗ്ലോറി എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് നമ്മളതിനെ പറയും, അല്ലേ? കർത്താവ് ഗ്ലോറിഫൈ ചെയ്യുക, കർത്താവ് മഹത്വം എടുക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് നമുക്കറിയാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമുക്കറിയാം. കർത്താവ് സ്നാനം ചെയ്ത് കഴിഞ്ഞിട്ട് കർത്താവിനെ സ്നാനപ്പെടുത്തിയ ശേഷം കർത്താവ് കുളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കടന്നു വരുമ്പോൾ ആകാശത്ത് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ താഴേക്ക് വരുന്നത് കണ്ടു. അതുമാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. അത് വലിയ മഹത്വത്തിൻ്റെ സമയമാണ്, അല്ലേ? ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും കർത്താവ് മഹത്വീകരിക്കപ്പെട്ട ഏറ്റവും നല്ല സമയം അതെന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ നമുക്കറിയാം മറുരൂപ മലയിൽ വെച്ച് മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കുന്നത് ഇടിമുഴക്കത്തിന്റെ മധ്യത്തിൽ വെള്ള പോലെ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ, ഹല്ലേലൂയ, കർത്താവിനെ തേജസ് നിറഞ്ഞ കർത്താവിനെ ശിഷ്യന്മാർ കാണുന്നുണ്ട്. നമ്മൾ ആ സംഭവം കാണുമ്പോൾ വിചാരിക്കും കർത്താവ് മഹത്വീകരിക്കപ്പെട്ടെന്ന്. അതുപോലെ തന്നെ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് പോഷിപ്പിച്ചവരെ കുറിച്ചുള്ള കണക്ക് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായവും 15-ാം അധ്യായത്തിൽ വായിക്കുന്നു. 7 അപ്പം കൊണ്ട്, ഹല്ലേലൂയ, 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് 4000 പുരുഷന്മാരെയും അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കർത്താവ് പോഷിപ്പിക്കുന്നതാണ് കാണിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ പറയും കർത്താവ് ഗ്ലോറിഫൈഡ് എന്ന്. പക്ഷേ ഇതൊന്നുമല്ല കർത്താവ് താൻ തേജസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. എന്താണെന്നറിയാമോ? കോതമ്പ് മണി നിലത്ത് വീണ് ചാവണം എന്ന് പറഞ്ഞാൽ തൻ്റെ മരണത്തെയാണ് കർത്താവ് കാണിക്കുന്നത്. എൻ്റെ മരണത്തിലൂടെ ഞാൻ ഗ്ലോറിഫൈഡ് ആകാൻ പോകുകയാണ്. എൻ്റെ മരണത്തിലൂടെ ഞാൻ ഗ്ലോറിഫൈഡ് ആകാൻ പോകുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഇതാ നമുക്ക് മനസ്സിലാകുന്നത്, യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തന്നിൽ ദൈവം മഹത്വമുണ്ട്. താൻ എവിടെ കടന്നു പോയാലും അവിടെ വിടുതൽ സംഭവിക്കും. എന്നാൽ നൗ ഹീ ഈസ് ലിമിറ്റഡ് ടു സ്പേസ് ആൻഡ് ഹീ ഈസ് ലിമിറ്റഡ് ടു ടൈം. കർത്താവ് പാലസ്തീനിൽ കർത്താവ് എവിടെയായിരിക്കുന്നുവോ ആ സ്ഥലത്ത് മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് കർത്താവ് പാലസ്തീനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കർത്താവ് പാലസ്തീനിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. കർത്താവ് പാലസ്തീനിൽ ഇരുന്നുകൊണ്ട് യൂറോപ്പിൽ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് പാലസ്തീനിലെ കാൽവറിയിൽ ബ്രോക്കണായി കഴിഞ്ഞപ്പോൾ, താൻ നുറുക്കപ്പെട്ടപ്പോൾ, ഗെത്സമനയിൽ താൻ നുറുക്കപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, പാലസ്തീന് മാത്രമല്ല, യെരൂശലേമിന് മാത്രമല്ല, ഇസ്രായേലിന് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവൻ വിടുതലായി തീർന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടു. സഹോദര സഹോദരി,
നീ ആയിരിക്കുന്നിടത്ത് മാത്രം നീ ഒതുങ്ങിയിരിക്കാനല്ല കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഓർക്കണമേ, നമ്മൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ വെച്ച് പഠിപ്പിക്കും അല്ലേ? 3-4 കുഞ്ഞുങ്ങളെ വെച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് കാണുന്നത് 3-4 കുഞ്ഞുങ്ങളായിട്ടാണ്, 3-4 ചെയേഴ്സായിട്ടാണ് കാണുന്നത്. പക്ഷേ ചില വർഷങ്ങൾ കഴിയുമ്പോൾ നീ അവരുടെ ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ദൈവമഹത്വമുണ്ടല്ലോ, നീ അവരുടെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനമുണ്ടല്ലോ, ഈ 4 പേര് ഒരടുത്ത 20 വർഷം കഴിയുമ്പോൾ ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. മറന്നു പോകരുത്, അവർ കടന്നു പോകുന്നിടത്ത് എത്രയോ നൂറുകണക്കിന് മനുഷ്യരെ ആയിരിക്കും അവർ കാണുന്നത്. ഒരു പക്ഷേ അതിനുള്ളിൽ ചില വ്യക്തികളെ ഉപയോഗിച്ച് ദൈവം വലിയ വലിയ ശുശ്രൂഷകൾ നടത്തുന്നുണ്ടാകാം. ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം സഹോദരങ്ങളെ. നമ്മുടെ ഉള്ളിൽ വലിയൊരു പൊട്ടൻഷ്യലുണ്ട്, വലിയൊരു നിധി നമ്മുടെ ഉള്ളിൽ സ്വർഗം തന്നിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ that doesn't come out because you and I are not willing to be broken before God. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീഴാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ മുഖം താഴ്ത്തി കരയുവാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കുവാനുള്ള സമയം നമുക്കില്ല. നമ്മൾ തിരക്കിലാണ്. എന്തിനു വേണ്ടി? ഈ ശരീരത്തിന് വേണ്ടിയുള്ള ഓട്ടം. ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഓടി 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 തീർക്കുകയാണ്. അവസാനം ഒരു പ്രയോജനവുമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു വാങ്ങിയതൊക്കെ ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകുമ്പോൾ ചിന്തിച്ചു നോക്കിയേ, ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് എന്തിനാ? ഇത്രയും നാൾ ഉപവസിച്ചത് എന്തിനാ? ഈ ആകാശത്തിൻ്റെ കീഴിലുള്ള ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി. ഈ പ്രാർത്ഥിച്ച് നേടിയത്, ഉപവസിച്ച് നേടിയതൊക്കെയും ഈ ലോകത്തിൽ ഇട്ടിട്ട് പോകുമ്പോൾ, നീ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിന്റെ കയ്യിൽ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടോ? നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യു ആൻഡ് ഐ നീഡ് ടു ബി ബ്രോക്കൺ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നുറുക്കപ്പെടേണ്ടിയിരിക്കും. നുറുക്കപ്പെടാതെ കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നുറുക്കപ്പെടാതെ ഉപയോഗിക്കപ്പെടുന്ന പലരും ഈ ലോകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം അവരുടെ കൂടെ ഇല്ല. അവരുടെ കൂടെ ഉള്ളതൊക്കെ സെൽഫും ലോകവുമാണ്. We don't want to be something like that. I don't want to be a one of them. അവരിൽ ഒരാളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസിനെ നോക്കിക്കേ. ഇന്ന് പൗലോസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് പൗലോസിനെ കുറിച്ച് ആർക്കെങ്കിലും 3-4-5 പേർക്കേ അറിയത്തുള്ളായിരുന്നു. പൗലോസ് ആയിരുന്ന സഭകളിൽ പോലും പൗലോസിനെതിരെ നിന്ന വിശ്വാസികൾ അന്നുണ്ടായിരുന്നു. കൊരിന്ത്യരുടെ ലേഖനമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ താൻ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. താൻ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പല കാര്യങ്ങൾ എനിക്ക് സമയമില്ല അവിടേക്കൊക്കെ പോകാൻ. അതുപോലെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പൗലോസ് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. അത് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ സമയത്ത് കർത്താവിൻ്റെ ദാസനെ വിശ്വസിക്കാത്തവരോടെ ഉണ്ടായിരുന്നു. കുറവുകൾ കണ്ടുപിടിച്ചവരതിനകത്തുണ്ടായിരുന്നു. അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തവരതിൻ്റെ മധ്യത്തിലുണ്ടായിരുന്നു, ഈ സഭയുടെ മധ്യത്തിൽ തന്നെ. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഈ ദൈവത്തിൻ്റെ തിരുവചനം എഴുതുവാൻ തക്കവണ്ണം ശക്തനായി ആ ദൈവദാസനെ അന്ന് ദൈവം ഉപയോഗിച്ചത്. ആ ദൈവദാസൻ്റെ അന്നത്തെ ജീവിതം സ്വർഗത്തിന് പ്രസാദകരമായിരുന്നുവെന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ള പല സഹോദരങ്ങളെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയത്തില്ല. ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അന്ന് നമ്മൾ ജീവനോടുണ്ടെങ്കിൽ അന്ന് നമ്മൾ പറയും അതൊരു യഥാർത്ഥ ദൈവദാസനായിരുന്നു, ദൈവദാസിയായിരുന്നെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യു ആൻഡ് ഐ നീഡ് ടു ബി ബ്രോക്കൺ. ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇവിടെ കർത്താവ് പറഞ്ഞത് അതാ. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ താൻ ഈ നിലത്ത് വീണ് ചാകുമ്പോഴാണ്, താൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുമ്പോഴാണ് ഹി വിൽ ബി ഗ്ലോറിഫൈഡ്. ഹി ഈസ് ഗോയിങ് ടു ബി ഗ്ലോറിഫൈഡ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നു, എന്താണെന്നറിയാമോ? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവനെല്ലാം അതിനെ കളയും, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. കർത്താവ് നമുക്ക് അതിനോട് കൂടെ ഒരു കൗൺസിലിംഗ് തരികയാണ്. കർത്താവ് നമുക്കൊരു ആലോചന തരികയാണ്. നീ നിന്റെ ജീവനെ സ്നേഹിച്ച് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ യു വിൽ ലൂസ് ഇറ്റ് വൺ ഡേ. നിന്റെ ജീവൻ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തതായി തീരും. അതുകൊണ്ട് നിനക്ക് പോലും പ്രയോജനം ഉണ്ടാവത്തില്ല. എന്നാൽ ഇഫ് യു ഗിവ് ഔട്ട് യുവർ ലൈഫ്, നിന്റെ ജീവനെ വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ, ഈ കോതമ്പ് മണി നിലത്ത് വീണ് ചാക്കുന്നത് പോലെ, നിലത്ത് വീണ് ബ്രോക്കണാകുന്നത് പോലെ നീ ദൈവസന്നിധിയിലേക്കൊന്ന് വീണ് കൊടുക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ അനേകർക്ക് അനുഗ്രഹമായി തീരും. നീ നിന്റെ ജീവനെ നേടും. എന്തായിട്ട്? നിത്യജീവന് വേണ്ടി നേടും. പിന്നെ താഴേക്ക് വായിച്ചിട്ട് പറയുന്നു, വീണ്ടും he keeps on saying that, വീണ്ടും തുടർന്ന് പറയുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാനൊരു കോതമ്പ് മണിയായി നുറുക്കപ്പെടുന്നത് പോലെ എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എടുത്ത പാതയിൽ എൻ്റെ പിന്നാലെ വരട്ടെ. അവനും നുറുക്കപ്പെടട്ടെ. അതായതിൻ്റെ അർത്ഥം. അവളും നുറുക്കപ്പെടട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും.
He is asking us to follow the same footsteps that he has got. കർത്താവ് കടന്നുപോയ അതേ പാതയിലൂടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ് സഹോദരങ്ങളെ. പ്രൈസ് ഗോഡ്. കർത്താവ് പറയുന്നു, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു പിതാവേ, ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. He was troubled in his heart. He was a perfect man like you and me. തൻ്റെ മാനുഷിക ശരീരത്തിൽ താൻ ഉള്ളിൽ ഞരങ്ങുകയാണ്. കാരണം എന്നറിയാമോ? താൻ നുറുക്കപ്പെടുന്ന അനുഭവത്തെ ഓർത്ത്. ഹല്ലേലൂയ. താൻ നുറുക്കപ്പെടുന്ന അനുഭവത്തെ ഓർത്ത്. എങ്കിലും ഇവിടെ പറയുകയാണ്, അടുത്ത വാക്യം പറയുന്നു, 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഈ നുറുക്കപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ഒറ്റയ്ക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. അതിന് കർത്താവിൻ്റെ കൃപ വേണം. കർത്താവേ, ഈ അനുഭവത്തിലൂടെ എനിക്ക് കടന്നുപോയി അങ്ങയുടെ മഹത്വം എന്നെ വെളിപ്പെടുവാൻ തക്കവണ്ണം അങ്ങനെ സഹായിക്കണമേ, എൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം നമ്മൾ കേൾക്കും നമ്മുടെ ഉള്ളിൽ. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്, ഞാൻ നിന്നെ ബലപ്പെടുത്തുമെന്ന്. അങ്ങനെയാണ് പൗലോസൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയത്. അങ്ങനെയാണ് ഈ വലിയ മിഷണറിമാരൊക്കെ ലോകത്തിൽ തങ്ങളുടെ ജീവനെ ത്യാഗമായിട്ട് കൊടുക്കുവാൻ, രക്തസാക്ഷികളായി പോകുവാൻ. ഡു യു തിങ്ക് they were bold enough? Do you think they were not afraid? They were afraid. They were not that bold. അവർ വലിയ ധൈര്യശാലികളൊന്നുമല്ല. പക്ഷേ ആ സാഹചര്യങ്ങളിലൂടെ അവരെ കടത്തിക്കൊണ്ടുപോയപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്റ്റീഫൻ കല്ലേറ് കൊള്ളുന്ന സമയത്ത് നമ്മളൊരു കാഴ്ച ഇവിടെ കാണുന്നുണ്ട്. എന്തോന്നറിയാമോ? കല്ലേറ് കൊള്ളുന്നതിൻ്റെ മധ്യത്തിൽ താൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് കണ്ടു. ലോകത്തിൽ വേറെ ആരെങ്കിലും അത് കണ്ടോ? അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ കല്ലുകളെ അല്ല പിന്നെ കാണുന്നത്. പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ പറയുകയാണ്, കർത്താവേ, ഇവരുടെ പാപങ്ങൾ അവരോട് കണക്കിടരുത്. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ദ ഗ്രേസ്. ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാനും കർത്താവ് നമുക്ക് കൃപ തരും. ബട്ട് ടു ബി ബ്രോക്കൺ എന്ന് പറയുന്നത് നോട്ട് ഇൻ അവർ പവർ ബട്ട് ഇൻ ദ പവർ ഓഫ് ഗാഡ്. കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകും. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൽ, ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 49 and 50. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്തിച്ഛിക്കേണ്ടു. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. ലിസൺ, ഐ am come to send fire on the earth, and what will I if it be already kindled? But if I have a baptism to be baptized with, and how I am straitened till it be accomplished. What is it talking about? ഈ ബാപ്റ്റിസം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കാൽവറി ക്രൂശിലുള്ള തൻ്റെ മരണത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ഈ നുറുക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ച്, ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി താൻ നുറുക്കപ്പെടുന്ന അനുഭവം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദിസ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾസ് വെയർ യു ആൻഡ് ഐ ആം കോൾഡ് ടു ബി ബ്രോക്കൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ വേൾഡ്, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. ഹല്ലേലൂയ. അടുത്ത എക്സാമ്പിളിലേക്ക് ഞാൻ പോവുകയാണ്. പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് അലാബസ്റ്റർ ബോക്സ്, വെൺകൽ ഭരണി. ഹല്ലേലൂയ. നമുക്കറിയാം മർക്കോസിന് ശേഷം 14-ാം അധ്യായത്തിൽ, മത്തായിയുടെ ശേഷം 26-ാം അധ്യായത്തിൽ, ലൂക്കോസിന് ശേഷം 7-ാം അധ്യായത്തിലൊക്കെ ഈ വെൺകൽ ഭരണിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ വെൺകൽ ഭരണിയെക്കുറിച്ച് പറയുന്നത് എന്തെന്നറിയാമോ? യേശു കർത്താവ് ഒരു വീട്ടിലിരിക്കുക. ബഥാനിയിലെ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ യേശു കർത്താവിനെ വിളിച്ചു, വിരുന്നിനു വേണ്ടി വിളിച്ചു, ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു. കർത്താവ് അവിടെ കടന്നു വന്നു, കർത്താവും ശിഷ്യന്മാരും അവിടെ കടന്നു വന്നു. അപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു വെൺകൽ ഭരണി നിറയെ പെർഫ്യൂമായിട്ട്, അവിടെ സ്വച്ഛജട മാംസത്തൈലം എന്നാണ് എഴുതിയിരിക്കുന്നത്, വെരി കോസ്റ്റ്ലി പെർഫ്യൂം ആയിട്ട് അവിടെ കടന്നു വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആ സഹോദരി ആ ഭരണി നിറച്ച്, നമുക്കറിയാം ഇന്നത്തെ എൻ്റെ കൂട്ട് ബാഗൊന്നും വന്നില്ല, അന്നുള്ളത് ഇങ്ങനെ ഭരണിയും ഇങ്ങനത്തെ ഒക്കെ പാത്രങ്ങളും വെസൽസൊക്കെയാണ്. ഈ ഭരണിയും ചുമന്നുകൊണ്ട് ആ സ്ത്രീ കടന്നു വരുന്ന കണ്ടപ്പോൾ ആർക്കും മനസ്സിലായില്ല ഭരണിക്കകത്ത് എന്താ ഉള്ളതെന്ന്. നമുക്കറിയാം ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ആ ഭരണി പൊട്ടിച്ചപ്പോൾ അതിലെ ആ മണം, അതിലെ സുഗന്ധം കൊണ്ട് ആ വീട് മുഴുവനും നിറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് പൊട്ടുന്നത് വരെ, അത് ബ്രേക്ക് ചെയ്യുന്നത് വരെ nobody ever knew what was inside of that box or that vessel. Nobody ever knew that.
It came out, that perfume came out, that ointment came out only when that alabaster vessel was broken, box was broken. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഇറ്റ് വാസ് എ കോസ്റ്റ്ലി പെർഫ്യൂം. അതിൻ്റെ വില പറയുന്നത് 300-ലധികം വെള്ളിക്കാശെന്നാണ്. മോർ ദാൻ 300 സിൽവർ കോയിൻസ്. കർത്താവിന് ഒറ്റി കൊടുത്ത് എത്ര വെള്ളിക്കാശിന്? 30 വെള്ളിക്കാശിന്. അപ്പോൾ 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ വിലയുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. ഇറ്റ് വാസ് വർത്ത് 30 silver coins means it's a huge money. That is the reason we know that Judas Iscariot betrayed Jesus for 30 silver coins. This is talking about 300 silver coins. Just imagine. That means, അത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, 300 ദിവസത്തെ കൂലിയാണ്. 300 days wages. 300 days wages means 1 year wages. ഒരു വർഷത്തെ തനിക്ക് കിട്ടിയ മൊത്തം ശമ്പളം കൊടുത്ത് വാങ്ങിച്ച, അല്ലെങ്കിൽ തൻ്റെ കൂലി കൊടുത്ത് വാങ്ങിച്ച പെർഫ്യൂമാണ് യേശുവിന് വേണ്ടി ഈ സ്ത്രീ കൊണ്ടുവന്നത്. ചിന്തിച്ച് നോക്കണമേ, കർത്താവിൻ്റെ സന്നിധി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ഗിവ് സംതിങ് ടു ദ ലോർഡ്, ഗിവ് ഹിം ദ ബെസ്റ്റ്, അതർവൈസ് ഹി ഡസൻറ്റ് നീഡ് ഇറ്റ്. നമ്മൾ കർത്താവിന് വേണ്ടി എല്ലാം കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത് കൊടുക്കണം. ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയാമോ? നമ്മളെ തന്നെ കർത്താവിന് അങ്ങ് കൊടുക്കണം. നമ്മളെ തന്നെ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളതൊക്കെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വരും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് നമുക്ക് പ്രയോജനമില്ലെന്ന് തോന്നുന്ന കാര്യമാണ്. നമുക്ക് ആ സമയം ഫ്രീ ആണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്ക് ഈ സമയം കൊണ്ട് വലിയ പ്രയോജനമില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞു, എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു, ഞാൻ ഫേസ്ബുക്ക് കാണേണ്ടതൊക്കെ കഴിഞ്ഞു, ഞാൻ യൂട്യൂബ് കാണേണ്ടത് കഴിഞ്ഞു, ഞാൻ സ്നാപ്ചാറ്റ് നോക്കേണ്ടത്, ഇൻസ്റ്റാഗ്രാം നോക്കേണ്ടത്, എൻ്റെ എല്ലാ പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു 2-3 മണിക്കൂറുണ്ട് ചർച്ചിലൊന്ന് പോയേക്കാം. നമുക്ക് വേണ്ടാത്ത സമയമാണ് നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് സമയം കിട്ടിയാൽ നാം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ, നമ്മൾ വചനം ധ്യാനിക്കുന്നത് അങ്ങനെയാ, കർത്താവിൻ്റെ വേലയ്ക്ക് പോകുന്നതാ. ശരിയല്ലേ സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ് കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് കഴിയാത്തത്? നമ്മളിൽ ആർക്കും സമയമില്ല. അപ്പോൾ ഈ കിട്ടിയ സമയമെല്ലാം ഇവിടെ പോയി 24 hours ഐ സ്പെൻഡ് ഓൺ മൈസെൽഫ്. ഞാൻ എനിക്ക് വേണ്ടി അത് ഉപയോഗിച്ചു. അപ്പോൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കേണ്ട. ഇവിടെ നോക്കി, ഒരു സ്ത്രീയെ നോക്കിയേ, തനിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെല്ലാം അവൾ കൂട്ടി വെച്ചിട്ട് അവൾ ആ പെർഫ്യൂം വാങ്ങി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവളുടെ മനസ്സിൽ ഇങ്ങനെയാ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നതിനെ പൊട്ടിക്കും, അവൻ്റെ കാൽക്കൽ ഞാൻ ഒഴിക്കും. അത് 7-ാം അധ്യായത്തിൽ, ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പരീശൻ്റെ വീട്ടിൽ കർത്താവ് പന്തിയിലിരിക്കുമ്പോഴെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതേ സംഭവമാണ് ലൂക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്ന അതേ സംഭവം തന്നെയാണ് ഇതും. അതിന് തെളിവ് എന്താണെന്നറിയാമോ? മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൽ അവിടെ ബഥാനിയിലെ കുഷ്ഠരോഗിയായ ശീമോൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പരീശൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ കർത്താവ് ആ വീട്ടുടവനെ വിളിക്കുന്നൊരു പേരുണ്ട്, ശീമോനെ നിനക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ഈ ശീമോനും ആ ശീമോനും ഒരാൾ തന്നെ. മനസ്സിലായോ? ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്രയും അതിഥികളുടെ മധ്യത്തിൽ വെച്ച് അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവൾ വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. തൻ്റെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാലുകളെ കഴുകുകയാണ്. എന്നിട്ട് തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാലുകൾ തുടയ്ക്കുകയാണ്. എന്നിട്ട് താൻ കൊണ്ടുവന്ന വിലയേറിയ പെർഫ്യൂം അവൻ്റെ കാലിൻ്റെ മേൽ പൂശുകയാണ്. ടോട്ടൽ സറണ്ടറിങ്, ടോട്ടൽ ബ്രോക്കൺനെസ്. അലാബസ്റ്റർ ബോക്സ് മാത്രമല്ല ബ്രോക്കണായത്, ദാറ്റ് വുമൻ ഹെർസെൽഫ് വാസ് ബ്രേക്കിംഗ് ഡൗൺ. താൻ തന്നെ അവിടെ നുറുക്കപ്പെടുന്നു. അതിൻ്റെ പിക്ചറാണ് താൻ കൊണ്ടുവന്ന അലാബസ്റ്റർ ബോക്സ്. ഷീ ഹാസ് ബ്രോക്കൺ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ് നിലവിളിക്കാതെ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തമമായ ഒരു പരിഹാരം ഉണ്ടാവത്തില്ല. ലോകം നിനക്ക് പല പരിഹാരങ്ങൾ നിർദ്ദേശിച്ചേക്കാം. ലോകത്തിൻ്റെ വഴികളിൽ നിനക്ക് പല സാന്ത്വനങ്ങളും ലഭിച്ചേക്കാം. ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് നിനക്ക് പല സന്തോഷങ്ങളും ലഭിച്ചേക്കാം. എന്നാൽ അതൊന്നും പെർമനൻ്റ് അല്ല. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നിനക്ക് വിശക്കും, വീണ്ടും നിനക്ക് ദാഹിക്കും. നിനക്ക് ദാഹിക്കാതിരിക്കണമെങ്കിൽ, നിനക്ക് വിശക്കാതിരിക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചേ പറ്റൂ. അതാ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്. ഹല്ലേലൂയ. ഈ വെള്ളം കുടിക്കുന്നവരെന്നും ദാഹിക്കും, പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഒരു നാളും ദാഹിക്കുകയില്ല. ലോകം തരുന്ന വെള്ളം കുടിക്കുന്നവന് ദാഹിക്കും. If you drink of the water, if you drink of the world, you will be thirsty again. If you eat of the world, you will feel hungry again. But if you drink of from the Lord, if you eat of from the Lord, we will be satisfied completely. Never forget that.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അവിടുത്തെ പാദപീഠത്തിലിരുന്ന് ബ്രോക്കൺ ആവണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ബ്രോക്കൺ ആകണമെന്ന് ഞാൻ ചങ്കത്തടിക്കണമെന്നും നെഞ്ചത്തടിക്കണമെന്നും നിലവിളിക്കണമെന്നും അല്ല എൻ്റെ അർത്ഥം. അതൊരു പക്ഷേ അതിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ ബ്രോക്കൺ ആകുക എന്ന് പറഞ്ഞാൽ യു കം ടു ദി എൻഡ് ഓഫ് യുവർ സെൽഫ്. ഇനി ഞാനില്ല, എന്നിൽ കർത്താവെന്ന് പറയുന്ന അവസ്ഥയിൽ നീ എത്തണം. കർത്താവെ, അങ്ങനെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നുവോ ഞാൻ ഇനി അങ്ങനെ പോകാം. എൻ്റെ പദ്ധതികൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് വരട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങയുടെ ഇഷ്ടങ്ങളായി മാറട്ടെ. ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. അങ്ങയുടെ വചനത്തിന് വേണ്ടി ജീവിക്കും. അങ്ങയുടെ വചനം പറഞ്ഞ പ്രകാരം ഞാൻ ജീവിക്കും. അതാണ് ബ്രോക്കൺനെസ്, അതാണ് റിപ്പൻറ്റൻസ്. ഹല്ലേലൂയ. മൂന്നാമത്, ഞാൻ വേഗം മുന്നോട്ട് പോകുകയാണ്. ഞാൻ ഇത് ഒരു വാക്യം കൂടെ പറഞ്ഞോട്ടെ. ഷീ ഹാസ് ദ ബെസ്റ്റ്, ബട്ട് ദ ബെസ്റ്റ് വാസ് യൂസ്ഫുൾ when it was broken. The outer shell was broken. Outer shell was broken. ഞാൻ പറയാമല്ലോ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു ഡയമണ്ട് റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലേസോ എടുത്തെന്ന് വെച്ചോ, മേ ബി മില്യൺസ് വർത്തായിരിക്കും. ആര് ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു ഒറ്റ പണിയുള്ളൂ. എന്താണെന്നറിയാമോ? ഏതെങ്കിലും റബ്ബിഷ് ബിന്നകത്ത് കൊണ്ടിട്ടിരുന്നാൽ മതി, ആരും തുറക്കത്തില്ല. അതിൻ്റെ വില തിരിച്ചറിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറത്ത് മൂടിയിരിക്കുന്നത് റബ്ബിഷ്, എന്താ പറയുന്നത്, ചവിറ്റുകോട്ടയാണ്. ചവിറ്റുകോട്ടയ്ക്കകത്ത് ചുരുട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ആരും നോക്കത്തില്ല. അതിനകത്ത് മില്യൺസ് വർത്തുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് കിടക്കുന്നത് നോബഡി വുഡ് എവർ നോ. എന്നാൽ അതേ സ്ഥാനത്ത് ഈ വെറും വരവിനായിട്ടുള്ള കൗണ്ടർ ഫീറ്റായിട്ടുള്ള ഗോൾഡ് ഉണ്ടല്ലോ, ഫേക്ക് ഗോൾഡ്. ഈ ഫേക്ക് ഗോൾഡ് ആണെങ്കിലും ഒരു നല്ല കേസിനകത്തൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ വെച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും സേഫിനകത്ത് കൊണ്ടുവച്ചെന്ന് പറഞ്ഞാലും ആരെങ്കിലും അറിഞ്ഞെങ്കിൽ അത് തല്ലി പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകും. എന്തുകൊണ്ടാണ്? പുറത്തുള്ള കവർ. ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ പുറത്തുള്ള കവറിന് ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കുക. വി ബിക്കം മോർ അട്രാക്റ്റീവ്. അകത്തുള്ളതിന് നമ്മൾ വില കൊടുക്കുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് പുറത്ത് വിരൂപമാണെങ്കിലും, പൗലോസിനെ നോക്കിയാൽ അവൻ പുറത്ത് വിരൂപനായിരുന്നു, പക്ഷേ അകത്തോ? യേശു കർത്താവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പറയുന്നത്, അവനെ കണ്ടാൽ ആകർഷിക്കത്തക്കവണ്ണം സൗന്ദര്യമില്ലെന്ന്. അവൻ എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായിരുന്നു, രോഗം ശീലിച്ചവനായിരുന്നു എന്ന. പക്ഷെ അവൻ്റെ അകത്തുണ്ടായിരുന്ന ജീവനോ? ദിസ് ഈസ് വാട്ട് ഇറ്റ് മെന്റ് ടു ബി ബ്രോക്കൺ. ഔട്ടർ ഷെല്ലിന് കൊടുക്കുന്ന പ്രാധാന്യം വിട്ട് ഇന്നർ ലൈഫിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് വരെ നമ്മൾ ജീവിച്ചത് ഈ പുറത്തുള്ള ഔട്ടർ ഷെല്ലിന് വേണ്ടി, പുറത്തുള്ള ആവരണത്തിന് വേണ്ടിയായിരുന്നു. അതാ നമ്മുടെ ശരീരം, പുറത്തുള്ള ആവരണം. ഞാനൊരു കാര്യം പറയട്ടെ, എന്നിൽ ഏറ്റവും വിലയുള്ളതൊന്നുണ്ട്, അത് നിങ്ങൾക്ക് ആർക്കും കാണത്തില്ല, അതെൻ്റെ ആത്മാവാണ്. എൻ്റെ ആത്മാവിനെ പൊതിയുവാൻ തക്കവണ്ണമുള്ള ഒരു ചട്ട മാത്രമാണ് എൻ്റെ ബോഡി. പക്ഷേ നമ്മൾ വില കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ബോഡിക്കാണ് വില കൊടുക്കുന്നത്, അല്ലേ? ബോഡിക്കല്ല വില കൊടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇത് വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 5:23 ശരീരം ദേഹം ദേഹി ആത്മാവ് നല്ല വായിക്കുന്നത് ആത്മാവ് ദേഹി ദേഹം. പക്ഷെ നമ്മളതിനെ എങ്ങനെയാക്കി? ഓർഡർ ദേഹം ദേഹി ആത്മാവെന്നാക്കി, അല്ലേ? അതാരാ? അത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓർഡറല്ല, നമ്മളുണ്ടാക്കിയ ഓർഡറാണ്. കാരണം ദേഹത്തിന് നമ്മൾ പ്രാധാന്യം ആദ്യം കൊടുത്തു. ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെ? സ്പിരിറ്റ് സോൾ ബോഡി എന്നാണോ പറയുന്നത്? അല്ല, ബോഡി സോൾ സ്പിരിറ്റ്. ഹൂ മെയ്ഡ് ദാറ്റ് വേ? ഇറ്റ് ഈസ് മാൻ, ബിക്കോസ് വി ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ബോഡി. But the Bible clearly says the order: spirit, soul and body. ദേഹി ആത്മാവ്, ദേഹി ദേഹം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ റിയൽ ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, നമ്മൾ കേട്ടു ദി ബ്രെഡ് ഓഫ് ലൈഫ്. 2, നമ്മൾ കേട്ടു ദ ഗ്രെയിൻ ഓഫ് വീറ്റ്. 3 നമ്മൾ കേട്ടു ദി അലാബസ്റ്റർ ബോക്സ്. 1, നുറുക്കപ്പെട്ട അപ്പം. 2, രണ്ടാമത്തെ എന്താ കേട്ടത്? കോതമ്പ് മണി, നിലത്ത് വീണ് ചാകുന്ന കോതമ്പ് മണി. 3 നമ്മൾ കേട്ടത് പൊട്ടിപ്പോകുന്ന വെൺകൽ ഭരണി. 4 ദ വെയിൽ ഓഫ് ദ ടെമ്പിൾ, ആലയത്തിൻ്റെ തിരശ്ശീല, ദേവാലയത്തിൻ്റെ തിരശ്ശീല, കീറിപ്പോയ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തിരശ്ശീല. നിങ്ങൾക്കറിയാമോ ഈ ആലയത്തിലെ യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീലയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ കനം, അതിൻ്റെ തിക്നെസ് എത്ര എന്ന് നിങ്ങൾക്കറിയാമോ? 3.5 ഇഞ്ച് തിക്നെസ്സാണ്. എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ കനമുണ്ടെന്ന്. അത് കീറാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു തുണി നമുക്ക് കീറാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ കനമുള്ള ഒരു കർട്ടൻ, 9 സെൻറ്റിമീറ്റർ തിക്ക് ദാറ്റ് കർട്ടൻ വാസ്. ആ കർട്ടൻ എവിടെയാണെന്നറിയാമോ? ദാറ്റ് കർട്ടൻ വാസ് സെപ്പറേറ്റിംഗ് ദ ഹോളി ഓഫ് ദ ഹോളീസ് ബിറ്റ്വീൻ ദ റെസ്റ്റ് ഓഫ് ദി പാർട്ട്.
that was there between the Holy of Holies and the other part of the temple. അതിവിശുദ്ധ സ്ഥലത്തെ മറ്റ് ദേവാലയത്തിന്റെ ഭാഗത്തിൽ നിന്ന് വേർതിരിക്കുവാൻ തക്കവണ്ണം വെച്ചിരുന്ന തിരശ്ശീലയാണത്. നമുക്കറിയാം ദേവാലയത്തിന് മൂന്ന് പാർട്ടുണ്ട്. ഒന്ന് ഔട്ടർ കോർട്ട്, ദെൻ ഹോളി പ്ലേസ്, ദെൻ ദി മോസ്റ്റ് ഹോളി പ്ലേസ്. ഒന്ന് പ്രാകാരം, രണ്ട് വിശുദ്ധ സ്ഥലം, മൂന്ന് അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെയാണ് ദൈവത്തിൻ്റെ ഷക്കീന വസിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അവിടെയാണ് എല്ലാ കർത്താവിൻ്റെതായിട്ടുള്ള ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് അവിടെയാണ്. പ്രൈസ് ഗോഡ്. അവിടെ കടന്നു പോകുവാൻ ആർക്കും കഴിയത്തില്ല. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അവിടെ കടന്നു ചെല്ലും. പക്ഷേ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ ആംഗിൾസിൽ അവർ റോപ്പ് കെട്ടിയാണ് കയറ്റി വിടുന്നത് അകത്ത്. എന്താണെന്നറിയാമോ? ഏതെങ്കിലും പാപം ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മരിച്ചു വീഴുമ്പോൾ അകത്ത് കയറി ഡെഡ് ബോഡി എടുക്കുവാൻ ആർക്കും പറ്റത്തില്ല. പുറത്തു നിന്ന് പുരോഹിതന്മാർ വലിച്ചെടുക്കാം ഇയാളുടെ ശരീരം. അത്രയ്ക്ക് പരിശുദ്ധമായിരുന്നു ദ ഹോളി ഓഫ് ഹോളീസ്, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്നത് അവിടെയാണ്. അഹരോന്റെ വടി അവിടെയായിരിക്കുന്നത്. ദൈവത്തിന്റെ ന്യായപ്രമാണം ഇരിക്കുന്നത് അവിടെയാണ് കെരൂബുകൾ ഇരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും അന്ന് അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ഈ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറിപ്പോയതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. മുകളിൽ നിന്ന് താഴേക്ക് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി ചിന്തിപ്പോയി. The curtain was rent from top to bottom twain. രണ്ടായിട്ട് കീറിപ്പോയി എന്ന. എന്തുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് വന്നത്? കാരണം ദൈവം അത് കീറിയത് താഴേന്ന് മുകളിൽ നിന്ന് താഴേക്ക്. കാരണം മുകളിൽ നിന്ന് താഴേക്ക് മനുഷ്യന് കീറാൻ പറ്റത്തില്ല. താഴെ നിന്ന് മുകളിലേക്കാണ് കീറിയെന്ന് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ മനുഷ്യനത് കീറിയെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ദൈവം ഒരു പുതിയ വഴി തുറന്നു തരികയാണ്. നിങ്ങൾക്കറിയാമോ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഹി ഹാസ് എ ന്യൂ ആൻഡ് എ ലിവിംഗ് വേ ഹി ഹാസ് കോൺസിക്രേറ്റഡ് ത്രൂ ദ വെയിൽ ദാറ്റ് ഈസ് ഹിസ് ഫ്ലെഷ്. തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി അവനൊരു പുതുവഴി നമുക്ക് തുറന്നു തന്നു. തൻ്റെ ദേഹം അവിടെ കീറിപ്പോകുന്നതാണ് കാണിക്കുന്നത്. കർത്താവിൻ്റെ ശരീരം കാൽവറി ക്രൂശിൽ നുറുക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി കർത്താവ് തുറന്നു തന്നു. എനിക്കും നിങ്ങൾക്കും ഏത് സമയത്തും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള വഴി, എ ന്യൂ ആൻഡ് എ ലിവിംഗ് വേ ഹി ഹാസ് കോൺസിക്രേറ്റഡ്, ഹി ഹാസ് ഇനാഗുറേറ്റഡ്, അവൻ നമുക്ക് തുറന്നു തന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരു ബ്രോക്കൺനെസ് അവിടെ ഉണ്ടായി. എന്താ ബ്രോക്കണായെന്നറിയാമോ? മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ആ തിരശ്ശീല രണ്ടാമത് ബ്രോക്കണായി. ഇത് നമ്മളിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? ഇതുപോലെ ഈ ആലയത്തിൽ 3 പാർട്ടുള്ളത് പോലെ, ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ് ഉള്ളതുപോലെ നമ്മളിലും 3 പാർട്ടുണ്ട്. എന്താണെന്നറിയാമോ? മുമ്പേ കേട്ടതുപോലെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഈ സ്പിരിറ്റ് ഈസ് ദ പ്ലേസ് വേർ ദ പ്രസൻസ് ഓഫ് ഗോഡ് വാണ്ട്സ് ടു ഡ്വെൽ. നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിന് ശക്തി ഇരിക്കേണ്ടത്. നമ്മുടെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ടത്. നമ്മുടെ ആത്മാവിലാണ് യേശു കർത്താവ് വസിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ദ സീറ്റ്, ദാറ്റ് ഈസ് ദ ത്രോൺ ഓഫ് ഗോഡ്. പക്ഷേ അതിലേക്ക് പലപ്പോഴും കർത്താവിന് കടന്നു വരുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ സ്പിരിറ്റിൻ്റെയും ഈ ബോഡി സോളിൻ്റെയും മധ്യത്തിൽ ഒരു വലിയ തിരശ്ശീല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അവർ ഫ്ലെഷ്, അവർ നേച്ചർ, അവർ സിൻഫുൾ നേച്ചർ. ഈ സിൻഫുൾ നേച്ചർ നമ്മളിൽ ഉള്ളിടത്തോളം കാലം കർത്താവിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുവാൻ കഴിയാതെ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫ്ലഷ്, നമ്മുടെ ഈ സിൻഫുൾ നേച്ചർ മുകളിൽ നിന്ന് താഴേക്ക് കീറാനായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. ആ തിരശ്ശീല കീറി കഴിയുമ്പോൾ കർത്താവിന് നമ്മുടെ ഉള്ളിൽ വന്ന് ആ ഹോളി പ്ലേസിലേക്ക്, മോസ്റ്റ് ഹോളി പ്ലേസ് ആകുന്ന നമ്മുടെ സ്പിരിറ്റിലേക്ക് കർത്താവിന് ഡ്വെല്ല് ചെയ്യുവാൻ, കർത്താവിന് വസിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകളെ ജയിപ്പാനുള്ള കൃപ, ഓവർകമ്മിങ് എനിക്ക് തരണമേ. ഹല്ലേലൂയ. അവിടെയാണ് പ്രൈസ് ഗോഡ് പൗലോസൊക്കെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചത്. ഇനി ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, മൈ ഫ്ലെഷ് ഈസ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അതാ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിക്കുകയാണ്. അതാ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ തിക്ക് കർട്ടൻ വിച്ച് സ്റ്റോപ്സ് ഗോഡ്
from working in your spirit. What is a thick curtain? It is the flesh. രാഗമോഹങ്ങൾ, കാർണൽ ഡിസീസ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇവിടെയും ഇതിനകത്തൂടെ എല്ലാം നമ്മൾ കേട്ടത് ആ ബ്രോക്കൺനെസ്സിനെ കുറിച്ചാണ് കേട്ടത്. ഹല്ലേലൂയ. ഈ ബ്രോക്കൺനെസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ കർത്താവിനെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയൂ. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അവിടുത്തെ സന്നിധി നിന്റെ സമയം ചെലവഴിക്കണം. നിന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് കൊടുക്കണം. ആ ബ്രോക്കൺനെസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച സകല സന്ദർഭങ്ങളിലും ഞാൻ പ്രശംസിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് എന്നെ ഈ ബ്രോക്കൺനെസ്സിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് എനിക്ക് ദൈവമഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. നമുക്ക് കോതമ്പ് മണി പോലെ പൊട്ടാത്ത കോതമ്പ്, അൺബ്രോക്കൺ ഗ്രെയിൻ ഓഫ് വീറ്റ് പോലെ നമുക്ക് ഓരോ കസേരകളിൽ ഇരിക്കാൻ പറ്റും സഹോദരങ്ങളെ. നമുക്ക് ഭവനത്തിൽ വസിക്കുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം നീ ബ്രോക്കൺ ആകണമെന്നില്ല. നിങ്ങൾ സർപ്രൈസ് ആയോ ഞാൻ ഈ പറഞ്ഞത് കേട്ടത്? ഈ ലോകത്തിൽ എത്രയോ പേര് വചനം പ്രസംഗിക്കുന്നുണ്ട്. ബ്രോക്കൺ ആണോ അവര്? അല്ല. മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം നീ ബ്രോക്കൺ ആകണമെന്നില്ല. കാരണം നിരീശ്വരവാദികളും മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ചാരിറ്റി കൊടുക്കുന്നുണ്ട്. ഈ രാജ്യം ചാരിറ്റിക്ക് വേണ്ടി പേര് കേട്ട രാജ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം എല്ലായിടത്തും ചാരിറ്റികളാണ്, സംഭാവനകളാണ്. അതിന് നീ ബ്രോക്കൺ ആകണമെന്നില്ല. അനാഥാലയങ്ങൾ നടത്താൻ നീ ബ്രോക്കൺ ആകണമെന്നില്ല. പാവപ്പെട്ടവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ നീ ബ്രോക്കൺ ആകണമെന്നില്ല. അതൊക്കെ ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരെ സ്നേഹിക്കുന്നവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. ബ്രോക്കൺ ആകുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ് കർത്താവ് കാണിച്ച വഴിയിലൂടെ കടന്നു പോകുവാനുള്ള ശക്തി പ്രാപിക്കണം. ഈ ലോകത്തിന് പ്രയോജനമുള്ളവരായി തീരണം. നിത്യതയിൽ നിലനിൽക്കുന്നതിനെ നേടുവാനും മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുവാനും തക്കവണ്ണം നമ്മൾ പ്രാപ്തരായി തീരണമെങ്കിൽ കർത്താവിൻ്റെ ആത്മീക ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അവിടുത്തെ നിറവ് നമ്മളിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. അതിന് നമ്മൾ ബ്രോക്കണായേ പറ്റൂ. അതിന് ഞാനെന്ന എൻ്റെ ഭാവമില്ലാതായേ പറ്റൂ. അതിന് എൻ്റെ ഔട്ടർ ഷെല്ല്, ഈ ജഡീകത ദൈവസന്നിധിയിൽ ബ്രോക്കണായേ പറ്റൂ. അവിടെയാണ് ഇറ്റ് ഈസ് നോട്ട് മീ എനിമോർ ബട്ട് യു ഇൻ മീ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നു. നമുക്കറിയാം, ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശു കർത്താവ് പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ റിസൾട്ട്? റിസൾട്ട് വാസ് ക്രൂസിഫിക്ഷൻ. When you and I say before God that it is not me, it is not my will, Lord, it is your will, that means you are going to be on the cross. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നീ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിത്യമായ ഒരു പരിഹാരമാണ് നിന്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് നിനക്ക് തോന്നുന്നതെങ്കിൽ അതിന് മറ്റൊരു വഴിയില്ല. അതിന് there is no other human way. മനുഷ്യന്റെ വഴിയില്ല. നീ ഇരിക്കുന്നിടത്ത് നിന്ന് നീ താഴേക്ക് ഇറങ്ങണം. നിന്റെ ചിന്താഗതികളിൽ നിന്ന് നീ മാറണം. നീ എന്നുള്ള നിന്റെ സ്വന്തത്തിൽ നിന്ന് നീ പുറത്തു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വീഴണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിനോട് നിലവിളിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. ആ സ്ത്രീ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സുഗന്ധ തൈലം ഒഴിച്ചതുപോലെ ഹല്ലേലൂയ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ പാദങ്ങൾ കഴുകുവാൻ, കണ്ണുനീരൊടുക്കുവാൻ കഴിയുമെങ്കിൽ കർത്താവ് നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാനും ജീവിതത്തെ മാറ്റുവാനും ശക്തനാണ്. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം.